ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കാരുണികനായ പടച്ച തമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അധികാരത്തിനായുള്ള വടംവലികളും കുതികാൽവെട്ടുകളും പരസ്പര പോർവിളികളുമൊക്കെ നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അധികാര ലബ്ധിക്കായി, സ്ഥാനലബ്ധിക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളെ പൂർണ്ണമായി സേവിക്കുന്നതിനു വേണ്ടിയാണോ, അതല്ല തൻ്റെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണോ എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. പലപ്പോഴും അധികാരത്തിനു വേണ്ടി കടിപിടി കൂടുന്ന ആളുകൾ വലിയ ആശയഗതികളൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം കൈക്കലാക്കാൻ വേണ്ടി അതിനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അധികാരമോഹികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. വലിയ ആശയങ്ങൾ, നിലനിൽക്കുന്ന സാമ്പ്രദായിക നിലപാടുകളോട് കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് വളരെ ശക്തമായ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നവർ പോലും സ്ഥാനലബ്ധിയുടെ സന്ദർഭം വരുമ്പോൾ താൻ ഉള്ളാലെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനം ലഭ്യമാകുന്നതിനു വേണ്ടി താൻ ഇന്നേ വരെ നിലകൊണ്ട അഭിപ്രായങ്ങളെയും അഭിപ്രായ രൂപങ്ങളെയും തൻ്റെ നിലപാടുകളെയും ഒക്കെ കളഞ്ഞുകുളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ, വളരെ വലിയ അഭിപ്രായമുള്ള ആളുകൾ, എതിരഭിപ്രായമുള്ള ആളുകൾ, തൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം വരും എന്നറിയുമ്പോൾ അത് മൗനത്തിൻ്റെ വാൽമീകങ്ങളിലേക്ക് തൻ്റെ അഭിപ്രായങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടവർ നയചാതുരിയുടെ മനോഹരമായ വർത്തമാനങ്ങൾ നമ്മോട് പറയും. ഇത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സ്ഥാനലബ്ധിക്ക് വേണ്ടി മാസങ്ങളോളം ചരട് വലികൾ നടത്തുകയും ആരൊക്കെയാണോ സ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നത്, അവരെ തെരഞ്ഞെടുക്കുന്നത്, ആ തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തത്തിന് വേണ്ടി വരെ പണിയെടുക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ ലഹരി മത്തുപിടിച്ച മനുഷ്യരാണ്. യഥാർത്ഥത്തിൽ ഇതിനെ വളരെ അനഭിലഷണീയമായ ഒരു പ്രവണതയായി, ഇതൊരു ശരിയായ നിലപാടല്ല എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ഒരു മനുഷ്യന് ഉള്ള കഴിവുകൾ അത് അറിയണം. ഇല്ലാത്ത കഴിവുകളെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുകയും അതാണ് തനിക്കുള്ളത് എന്ന് മറ്റുള്ളവരെ നിരന്തരമായി ബോധിപ്പിക്കുകയും ചെയ്ത് അഹങ്കാരത്തിൻ്റെ ഗോപുരങ്ങളിൽ കഴിയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റെടുക്കുന്ന ഏതൊരു തരത്തിലുള്ള അധികാരവും ഒരമാനത്താണ്, ഉത്തരവാദിത്ത നിർവഹണമാണ് എന്നവർക്ക് ബോധ്യമുണ്ടാകും. അമാനത്ത്, ഈമാൻ, മുഅ്മിൻ, അമീൻ എന്നൊക്കെ പറയുന്ന പദം അമിന എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. അത് വിശ്വസ്തതയുമായും നിർഭയത്വവുമായും സത്യസന്ധതയുമായും ബന്ധിപ്പിക്കപ്പെട്ട പദമാണ്. ഈ മൂന്ന് ഗുണങ്ങളുടെ ഒരു സാകല്യമായിരിക്കണം സത്യവിശ്വാസി എന്നാണ് ഇസ്ലാമിക വിഭാവന തന്നെ. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള അധികാരത്തിന് വേണ്ടി, അധികാരം ചോദിക്കുന്നവനത് നൽകരുത് എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. സയ്യിദുൽ ഖൗമി ഖാദിമുഹു, ജനനായകൻ ജനസേവകനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ നായകൻ എപ്പോഴും ജനങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നവൻ എന്നതല്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ധാരാളക്കണക്കിന് ആളുകൾ അവരൊക്കെയും തന്നെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയിരുന്നു, ഏറ്റെടുക്കുന്ന അധികാരം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലെങ്ങാനും എനിക്ക് ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ, ഒരു കുറവ് സംഭവിച്ചു പോയാൽ അതെൻ്റെ പരലോക ജീവിതത്തിനെ ബാധിക്കുന്നതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഇടയന്മാരാണ്. തൻ്റെ പൗരന്മാരെക്കുറിച്ച് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. തൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് എല്ലാവരും കുല്ലുക്കും റായും വ കുല്ലുക്കും മസൂലും മെൻ റഇയതിഹി, എല്ലാവരും തൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന വളരെ ഗൗരവത്തോടു കൂടിയുള്ള ആലോചനയിൽ നിന്നാണ് യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഏതെങ്കിലും ഒരാട്ടിൻകുട്ടി പട്ടിണി കിടന്ന് മരിച്ചാൽ അതിന് ഞാൻ ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ബോധം ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. അപ്പോൾ ഇസ്ലാം ഒരിക്കലും തന്നെ അധികാരം ചോദിച്ചു വാങ്ങുവാനോ തൻ്റെ അധികാര ലബ്ധിക്ക് വേണ്ടി പണിയെടുക്കുവാനോ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാമിൻ്റെ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന
ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഭരണമേറ്റെടുത്ത സമയത്ത് ഒരു പട്ടാളക്കാരൻ ഒരു വലിയ കുന്തവുമായി ഒരു രക്ഷാഭടനെപ്പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ രക്ഷാഭടനെ മാറ്റി നിർത്തുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ മാത്രമാണ് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പള്ളിയിൽ ചെന്നിട്ട് മുഴുവൻ ജനങ്ങളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുകയാണ്, ജനങ്ങളെ, എൻ്റെ സ്വന്തം അഭിപ്രായത്തോടു കൂടിയല്ലാതെയാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ആവശ്യപ്പെട്ടതല്ല. മുസ്ലിങ്ങളുടെ ഒരു കൂടിയാലോചന ഈ രംഗത്ത് നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ചുമതലകളിൽ നിന്നൊക്കെയും ഒഴിവാവുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റാരെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തുകൊള്ളുക എന്ന് ആ കൂടിയ പള്ളിയിൽ കൂടിയ മുഴുവൻ ആളുകളും ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇക്കാര്യത്തിൽ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ ഞങ്ങൾ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ അതിൽ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന്. അധികാരം എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമായി, ഒരു വലിയ ചുമതല എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൗത്യം വിജയിപ്പിക്കുവാൻ എനിക്ക് സാധ്യമാകുമോ എന്ന ഭയവും ബേജാറുമായിരുന്നു ഇസ്ലാമിൻ്റെ ഉത്തരാധികാരികൾക്കുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമിതമായി ആദരിക്കുന്നത് പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ധാരാളക്കണക്കിന് ആദരിക്കുകയും അവർക്ക് ഇല്ലാത്ത അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടുന്ന കാര്യമില്ല, ജനങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിക്കേണ്ടതില്ല എന്നെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരവുകൾ അർപ്പിക്കുകയാണ് എങ്കിൽ, അതാരെങ്കിലും സന്തോഷപ്പെടുത്തുന്നുവെങ്കിൽ അവർ നരകത്തിൽ ഒരു ഇരിപ്പിടം കണ്ടെത്തട്ടെ എന്ന് പ്രവാചകൻ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യൻ, ജനങ്ങളുടെ ഒരു നേതാവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വസ്ത്രം ധരിക്കുന്ന, ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന, ജനങ്ങളോട് ഇടപഴകുന്ന ഒരു ആളായിരിക്കണം. പലപ്പോഴും അധികാര ലബ്ധിയോടുകൂടി നമ്മുടെ ഭാഷയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, നമ്മുടെ ശൈലിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രത്തിൽ മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ഒരു ഉപരിവർഗമായി ഒരു പ്രത്യേക വിധാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ എന്നതല്ല, ജനങ്ങളോടൊപ്പം നിന്ന് ഞാൻ ജനങ്ങളുടെ ഏറ്റവും വിനീതനായ സേവകനാണ് എന്ന ബോധത്തോടും കൂടി സാമൂഹിക സേവനത്തിന് വേണ്ടിയാണ് എന്നെ ജനം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നേതൃപദവി എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരിക്കൽ ഒരു യാത്രാ സന്ദർഭത്തിൽ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിൽപ്പെട്ട സഹപ്രവർത്തകരിൽപ്പെട്ട ഓരോരുത്തർക്കും ഓരോരോ ജോലികൾ നൽകുകയാണ്. ഒരാൾ ആടിനറുക്കുന്നു, മറ്റൊരാൾ അതിൻ്റെ തൊലിയുരിക്കുന്നു, പാകം ചെയ്യുന്ന ആളുകൾ വേറെയാണ്. ഈ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിറക് ശേഖരിക്കുന്ന പണി പ്രവാചകൻ ഏറ്റെടുക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതോടുകൂടി, ഒരു നേതൃപദവിയിലെത്തുന്നതോടുകൂടി ജനങ്ങളിൽ നിന്നകന്ന് പ്രത്യേക വേഷവും പ്രത്യേക വസ്ത്രവും പ്രത്യേക ശൈലിയും പ്രത്യേക രൂപത്തിലാവുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു രൂപവുമല്ല എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കൽ പ്രവാചകന്റെ അനുയായിയായ അബൂദറുൽ ഗിഫാരി പ്രവാചകനോട് വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്നെ ഗവർണറാക്കുമോ എന്ന് ചോദിക്കുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ടുകൊണ്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ചുമലിൽ തട്ടി പറഞ്ഞു, അബൂദറേ, നീ ദുർബലനാണ്. ഇതേറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അർഹതയില്ലാത്തവർ അത് ഏറ്റെടുക്കുന്ന നിമിത്തം പരലോകത്ത് വല്ലാത്ത ഖേദവും നിന്ദ്യതയുമായിരിക്കും നിനക്കുണ്ടാവുക. അതുകൊണ്ടത് വേണ്ട എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അധികാരം ചോദിച്ചു വാങ്ങേണ്ടുന്ന ഒന്നല്ല. അമാനത്ത് സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന പടച്ചവനോടുള്ള അമാനത്ത് പൂർത്തീകരിക്കുകയും അതോടൊപ്പം സ്വന്തം ചുറ്റുവട്ടത്തുള്ള ജനങ്ങളോട് അമാനത്ത് പൂർത്തീകരിക്കുകയും ഉത്തരവാദിത്തം പൂർത്തീകരിക്കുകയും സ്വന്തത്തിനോടുള്ള അമാനത്ത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന, അതിലൊന്നും ഒരു വീഴ്ചയും വരുത്താൻ
പെടുത്താത്ത ആളാകണം നാം എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം അമാനത്ത് നിർവഹിക്കുന്ന ആളുകളിൽ പെടാനും അതേസമയം അമാനത്തിനോട് കപടനയം സ്വീകരിക്കുന്ന ആളുകളിൽ പെടാതിരിക്കാനും അമാനത്തിൽ വിശ്വാസമില്ലാത്തവരിൽ പെടാതിരിക്കുവാനും നാം ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അമാനത്ത് എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് അധികാരമാകട്ടെ, ഏത് തരത്തിലുള്ള ചെറുതും വലുതുമായ സ്ഥാനങ്ങളാകട്ടെ, ആ സ്ഥാനങ്ങളോട് നീതിപൂർവകമായ സമീപനം സ്വീകരിക്കുവാൻ, അതിനുവേണ്ടി കടിപിടി കൂടി പരസ്പരം പോരടിച്ച് തനിക്ക് കിട്ടാവുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ആ തന്ത്രങ്ങൾക്കൊക്കെയും ആധുനിക മാനേജ്മെൻറ്റുകളുടെ പദാവലികൾ നൽകിയതുകൊണ്ട് അതിനെ സുന്ദരമാക്കാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കണം. കാപട്യത്തിൻ്റെ രൂപമല്ല, ശരിയായ രൂപമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കെപ്പോഴും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അധികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സ്ഥാനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സ്ഥാനം ഏറ്റെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നാം മനസ്സിലാക്കണം. ഏത് കൊച്ചു സ്ഥാനമാണെങ്കിലും വലിയ സ്ഥാനമാണെങ്കിലും ജനങ്ങളോട്, അള്ളാഹുവിനോട്, മനുഷ്യരോട്, നമ്മോട് നീതി കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.